بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, ആദരണീയരായ മുത്തഖികളെ, മുഅ്മിനീകളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അളവറ്റ ദയാപരനും കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ നിലനിർത്താൻ പരിശ്രമിച്ച് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും അനുഗ്രഹിക്കപ്പെടുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മളുമായി ബന്ധപ്പെടുത്തി കാണാൻ പറ്റുന്ന 3 തരം ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്ന്, നമ്മുടെ സമകാലികരായ സമപ്രായക്കാരായ നമ്മളോടൊപ്പം പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്ന നമ്മളുടെ സ്വന്തക്കാരായിരുന്ന ചിലർ അസുഖബാധിതരായും മറ്റ് പരീക്ഷിക്കപ്പെട്ടവരായും മരണപ്പെട്ടു പോയവരായുമുള്ള ഒരു വിഭാഗം ആളുകൾ. മറ്റൊന്ന്, എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും ഒരു കാലത്ത് നാടും വീടും മഹല്ലത്തും ഭരിച്ച് പ്രമാണികളായി ജീവിച്ചിരുന്ന ആളുകളിൽ ചിലരെങ്കിലും എഴുന്നേൽക്കാൻ വയ്യാതെ
ചിലർ സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത, കിടന്ന കിടപ്പിൽ എല്ലാം നിർവഹിക്കേണ്ടി വരുന്ന സാഹചര്യം നേരിട്ട് കൊണ്ടിരിക്കുന്നവരും. മൂന്നാമത് നമ്മളും. ഈ അപ്പുറവും ഇപ്പുറവുമുള്ള ഒന്നാമത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും ഇടയിലാണ് നമ്മളുള്ളത്. നമ്മളെപ്പോൾ വേണമെങ്കിലും ആ ഒന്നാമത്തെ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടാം. ഒരു തലവേദനയുടെ രൂപത്തിൽ, ഒരു പനിയുടെ രൂപത്തിൽ, ഒരു ഛർദിയുടെ ചുമയുടെ ജലദോഷത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ഒന്നുമല്ലാതായി തീരുന്ന നിസ്സഹായാവസ്ഥയിലേക്കോ, അതുമല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മണ്ണിനടിയിലേക്കോ മാറ്റപ്പെട്ടേക്കാം. ഇതേ പ്രതിസന്ധികളോ പ്രാതികൂല്യങ്ങളോ ആപത്തുകളോ നേരിടേണ്ടി വന്നതിൻ്റെ ഫലമായി നമ്മളിന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന കോമ സ്റ്റേജിലേക്കും നമ്മൾ മാറ്റപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് വമിൻകും യുതവഫ, നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന പലരും ഇന്നില്ല, ഓർമ്മയുണ്ടോ എന്നാണ്. വമിൻകും യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലകൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, മറ്റു ചിലർ നിങ്ങളോടൊപ്പമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നവരാണ്, എല്ലാം അറിയാമായിരുന്നവരാണ്, പക്ഷേ ഇപ്പോൾ ഒന്നിനും കഴിയാത്ത, സ്വന്തം പേര് പോലും അറിയാത്തവരുണ്ട്. സുമലി തബുലുഹു അശുദ്ധക്കും, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള പ്രായപൂർത്തിയും ആരോഗ്യവും ഉള്ളവരുമുണ്ട്. സൂറത്ത് അൽ ഹജ്ജിൻ്റെ 5-ാമത്തെ ആയത്തിലാണ് ഇത് മൂന്നും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ ഓതിയ സൂറത്ത് അൽ കഹ്ഫിലൂടെ നമ്മളുടെ ജീവിതത്തെ വർണ്ണിച്ചത് വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാത്തുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ എന്ന്. വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, നബിയെ താങ്കൾ സ്വഹാബത്തിന് ലോകത്തോട് വിളിച്ച് പറയണം ദുനിയാവ് എന്താണെന്ന്. അത് കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നു, ചെടികൾ മുളച്ച് പൊന്തുന്നു. ഫഖ്തലത ബിഹി നബാത്തുൽ അർള്, വെളുത്തതും കറുത്തതും തടി കൂടിയതും കുറഞ്ഞതും ഉയരം കൂടിയതും അല്ലാത്തതും, വിദ്യാഭ്യാസമുള്ളതും ഇല്ലാത്തതും, ഉദ്യോഗമുള്ളതും ഇല്ലാത്തതും, പണക്കാരനും അല്ലാത്തവനും, ഭരണാധികാരികളും ഭരണീയരുമായിട്ട് അങ്ങനെ നബാത്തുൽ വഖ്തലത ബിഹി നബാത്തുൽ അർള്, പല വിധക്കാരായി പൊട്ടിത്തഴച്ചങ്ങനെ വളരുന്നു അവർ. പക്ഷേ ഫഅസ്ബഹ ഹസീമൻ, ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒറ്റ സുപ്രഭാതം കൊണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് അങ്ങാടിയിൽ പോയി വന്നപ്പോൾ അവർ കേവലം വൈക്കോൽ ചണ്ടികളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് റബ്ബ് പറയുക വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, റബ്ബ് ഇതിനെല്ലാം കഴിയുന്നവനാണ്. റബ്ബ് ഇതിനെല്ലാം കഴിയുന്നവനാണ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു ബീജമായി, ഒരണ്ടമായി നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നമ്മൾ ഉരുവം കൊണ്ട നാൾ മുതൽ, നമ്മുടെ ചലനം അവർ തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അവരുടെ ജീവിതം നമുക്ക് വേണ്ടിയായിരുന്നല്ലോ. ഉണ്ണാതെ ഉറങ്ങാതെ, സ്വന്തം രോഗത്തിന് ചികിത്സിക്കാതെ, വസ്ത്രം വാങ്ങാതെ, സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയാണ് അവർ പണിയെടുത്തത്. മോമിനീങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു കാര്യം പറയാം. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കളിൽ ചിലർ നമ്മുടെ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് നേർക്ക് അനുഭവിച്ചവനാണ് അതിൻ്റെ വേദന അറിയുക. കൈ വളരുന്നുവോ കാല് വളരുന്നുവോ എന്ന് ശ്വാസം വിടാതെ നോക്കിപ്പിടിച്ച് നമ്മൾ കൊണ്ടു നടന്ന മക്കൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മുടെ മുമ്പിൽ
വെള്ള പുതച്ച് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കണം, അതോടൊപ്പം എൻ്റെ മക്കളും മനസ്സിലാക്കണം. എന്തായിരുന്നു നമ്മൾ അവർക്ക് കൊടുത്തത്? എന്തായിരുന്നു മക്കളെ നിങ്ങൾ നേടിയത്? ഇനി എന്താണ് നമ്മൾ ആവാനുള്ളത്? ഇപ്പം നമുക്ക് ആരാണുള്ളത്? നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളില്ല, നമ്മുടെ സുഹൃത്തുക്കളില്ല, കൂട്ടുകുടുംബങ്ങളില്ല, നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളില്ല, ഉദ്യോഗമില്ല, നമുക്ക് യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം പേര് പോലുമില്ലാത്ത, അല്ലേ, സ്വന്തം പേര് പോലുമില്ലാത്ത ഒരവസ്ഥയിലെത്തി ഞാൻ. അറിയപ്പെടുന്ന പേരുകാരനാണ്, പക്ഷേ ഈ സെക്കൻഡിനപ്പുറം പോയാൽ എൻ്റെ പേര് മയ്യത്ത് എന്നായി മാറ്റപ്പെടുന്നു, ഞാനല്ലാതായി മാറുന്നു എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട മക്കളും മാതാപിതാക്കളും അറിയാൻ ആ സമയത്ത് നമ്മളിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൗലാ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ, ജീവിതത്തോടുള്ള അത്യാർത്തിയിലുള്ള കുതിച്ചു പാച്ചിലിൽ ഫാഷൻ്റെ കൂടെ പുതുതലമുറയാണ്, പുതിയ ജനറേഷനാണ്, പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ ലോകമാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളെ വളർത്തിവിടുകയും വളർന്നു വരികയും ചെയ്ത അവർ നിലവിളിക്കുകയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. വന്ന വഴി, നടന്നു തീർത്ത വഴി, നടത്തിക്കൊണ്ടുപോയ വഴി തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്ന മരണമുണ്ടല്ലോ, അതാ വജാഅത് സക്റത്തുൽ മൗത്ത്, അതിൻ്റെ വിളി വന്നിരിക്കുന്നു. അതിൻ്റെ സക്കറാത്ത് നമ്മൾ മലയാളം പറയാം, ഇതെന്താ അർത്ഥം പറയാമെന്ന് എനിക്കറിയില്ല. അത് വന്നു. ദാലിക മാ കുൻത മിൻഹു തഹീദ്. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് പഠിക്കാൻ മക്കൾക്ക് സമയമുണ്ടായിരുന്നില്ല. മക്കളുടെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾ? അവർക്ക് ദുനിയാവിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായിട്ടറിയാൻ ലോകത്തിൻ്റെ ഏത് മൈന്യൂട്ടായ പോയിന്റുകളിൽ, ലോകത്തിൻ്റെ ഏത് കോണുകളിൽ നടക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ മക്കളുടെ വിരൽത്തുമ്പിലുണ്ട്. ഒന്ന് മാത്രമേ ഇല്ലാത്തുള്ളൂ. എന്താണ്? സ്വന്തം ബെഡ്റൂമിനപ്പുറത്ത് ചക്രശ്വാസം വലിച്ചു കിടക്കുന്ന വാപ്പയുടെ മരുന്ന് കഴിഞ്ഞിരിക്കണോ നോക്കാൻ മക്കൾക്ക് മനസ്സിലായില്ല. ഉണ്ടോ? ഞാൻ വിമർശിക്കാമെന്ന് വിചാരിക്കണ്ടേ? നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോളി, കുഴപ്പമില്ല. ഇപ്പുറത്ത് റൂമിൽ കിടക്കുന്ന ഉമ്മയുടെ കുഴമ്പ് കഴിഞ്ഞിരിക്കണോ ഇല്ലയോ, മരുന്ന് കുടിച്ചോ ഇല്ലയോ, ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് നമ്മുടെ മക്കൾക്ക് അറിയില്ല. അവർക്കറിയുന്നത് എന്താണ്? എവിടേക്കാണ് ഈ കൊണ്ടുപോകൽ? ഇങ്ങനെ ഒരു നിലവിളി ഇപ്പോൾ ഉയർത്തിയിട്ട് എന്താണ് കാര്യം? നമ്മൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ഓർക്കേണ്ടത്? നമ്മൾ ചെല്ലും നമുക്ക് ഞാനല്ലാതാകുന്ന ഒരു സമയം. ഇവിടെ ഇനി ഞാൻ നിലവിളിച്ചിട്ട് രക്ഷയുണ്ടോ? അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ മാ ലകും മിൻ സവാൽ. ഇത് പലതവണ പറഞ്ഞതാണ് വാപ്പയും മക്കളും ഉമ്മയും മക്കളും. നന്നാവാ, നാളെ നന്നായിക്കോളും, അടയ്ക്കായാൽ മടിയിൽ വെക്കാം എന്ന് പറഞ്ഞ്, ഓൻ കുഞ്ഞു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ്, ആ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ്, അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ, കുറച്ചാണ് കഴിഞ്ഞാൽ നന്നായിക്കോളൂ എന്ന് പ്രതീക്ഷയില്ലേ പലതിനെക്കുറിച്ചും. എന്നിട്ട് നന്നായോ? ഇപ്പം ഇതാ കിടക്കണ വെള്ള പൊലച്ച് മാ ലകും മിൻ സവാൽ. ഇനിയൊരു മാറ്റമില്ല, ഒരു നീക്കിവെപ്പില്ല, രക്ഷയില്ല എന്നർത്ഥം. മെല്ലെ മെല്ലെ മാതാപിതാക്കളുടെ കണ്ണീരോടെ, മക്കളുടെ കണ്ണീരോടെ, സഹോദരങ്ങളുടെ കണ്ണീരോടെ, കൂട്ടുകാരുടെ നെടുവീർപ്പോടെ മെല്ലെ പള്ളിപ്പറമ്പിലേക്ക്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാണി. കുടുംബങ്ങൾ തിരിച്ചു പോരുന്നു, സ്വന്തം ഉണ്ടാക്കിയെടുത്തതെല്ലാം ഒഴിഞ്ഞു പോകുന്നു. നമ്മളെവിടെയാണ്? നമ്മൾ നമ്മുടെ കബറിനകത്താണ്.
പ്രിയപ്പെട്ട മക്കളും മാതാപിതാക്കളും അവനവൻ്റെ ആ കിടപ്പൊന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് എനിക്ക് ചിലത് പറയാറുണ്ട്, നമ്മളോട്, നിങ്ങളോടല്ല, നമ്മളോട്. ആ കിടക്കിന് അവിടേക്ക് ഒരാൾ വരികയാണ്, മുങ്കർ നക്കീർമാർ. അവർ നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കും. നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ കൃത്യമായ ഉത്തരമില്ല. ചോദ്യങ്ങൾ എന്തോ ആവട്ടെ, അതിനെങ്ങനെയാണ് ഉത്തരം പറയുക? നമ്മുടെ കയ്യിൽ അതിനെന്താണുള്ളത്? ഇനിയിപ്പോൾ നിങ്ങൾ അതെന്തൊക്കെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ അവനോ കണ്ടെത്തി പഠിക്കണം. അവരവരുടെ റെക്കോർഡുകൾ തയ്യാറാക്കി അവർ പോയി. ആ ഇരുട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന എൻ്റെ അരികിലേക്ക് ഒരാൾ വരും. ആരാണ് അവിടേക്ക് വരാനുള്ളത്? എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുക. ആ ഖബറിടത്തിലേക്ക് ഒരാൾ വരും. ഖബീഹുൽ വജ്ഹി, വിരൂപനായ, ഖബീഹു സിയാബി, മോശപ്പെട്ട വൃത്തികെട്ട വസ്ത്രം ധരിച്ച, മുൻതിനുർ റീഹ്, ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായ ഒരാൾ വരും. എന്നിട്ട് അയാൾ പറയും, അബ്സിർ ബി ഹവാനി മിനല്ലാഹ്, റബ്ബിന്റെ അപമാനം ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക. വഅദാബി മുഖീൻ, നിരന്തരമായി ലഭിക്കുന്ന ശിക്ഷയ്ക്ക് വേണ്ടിയും തയ്യാറെടുത്തുകൊള്ളുക. ഫയഖൂലു, ഇയാളപ്പം പറയും, ഞാനിങ്ങനെ കിടക്കുകയാണല്ലോ, എൻ്റെ വെള്ളത്തുടി പോയില്ല അല്ലേ, അതിൽ വന്നൊരു മണം പോയില്ല. ആ സമയത്ത് ഞാൻ ചോദിക്കണം, ഫയഖൂലു വഅൻത ഫബശറകല്ലാഹു ബിശർ, എന്തോരു ആശംസയാണിത്, ശിക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കോന്ന് പറയാം. മന്നൻസ്, ആരാണ് താങ്കൾ? മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, വന്ന ആളുടെ മറുപടി ഫയഖൂലു അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ മോശപ്പെട്ട ചീത്തയായ വൃത്തികെട്ട ജീവിതമാണ്, ഞാൻ നിന്റെ ഖബീസായ വൃത്തികെട്ട മോശപ്പെട്ട ചീഞ്ഞ ജീവിതമാണ്, നിന്റെ ദുസ്വഭാവങ്ങളാണ്, ദുശ്ശീലങ്ങളാണ്, ദുശ്ശൈലികളാണ്, ദുഷ്ചിന്തകളാണ്, ദുഷ്പ്രവർത്തനങ്ങളാണ്, ചീത്ത കൂട്ടുകെട്ടുകളാണിത്. വിശ്വാസ രംഗത്ത് നിന്റെ വൈകല്യങ്ങളാണ്, ആരാധനാ മേഖലകളിലെ വൈകല്യങ്ങളാണ്, നിന്റെ സ്വഭാവത്തിലുള്ള വൈകൃതങ്ങളാണ് ഞാൻ. താഴത്തില്ല, അള്ളാന്റെ അടുത്തേക്ക് വിളിച്ചാൽ നീ മെല്ലെ മെല്ലെ മെല്ലെയാണ് വന്നിരുന്നത്. ശരിയം ഫീ മഅസിയതിഹി, അള്ളാഹുവിനെ ധിക്കാരിക്കുന്ന കാര്യങ്ങളിൽ നിനക്ക് വലിയ വേഗതയുമായിരുന്നു. അതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചോൻ. പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട മാതാപിതാക്കളും സ്വന്തം ഖബറിനെ ഒന്ന് സങ്കല്പിക്കുക. വരാനുള്ള ആൾ ഇങ്ങനെ ഒരാളായാൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെങ്കിൽ ഒരാൾ വരുന്നു, ഇയാളല്ലെങ്കിൽ മറ്റൊരാൾ, സുന്ദരനായ ഒരു രൂപം, സുന്ദരമായ വസ്ത്രം, ചക്രവാളം പരന്നൊഴുകുന്ന സുഗന്ധം. ഫയഖൂലു, അയാളും ഈ ഖബറാളിയോട് പറയും, അബ്ശിർ ബില്ലദീ യസ്സറക ഹാദ യൗമുക്കല്ലദീ കുന്ത തുഅദ്, നിനക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്നു മുതൽ വരാനിരിക്കുന്നത്, സന്തോഷിച്ചു കൊള്ളുക. അപ്പോൾ ഈ മനുഷ്യൻ പറയും, അബ്ശിർ ബില്ലദീ യസ്സറക ഹാദ യൗമുക്കല്ലദീ കുന്ത തുഅദ് ഫയഖൂലു മൻ അൻത്, ആരങ്ങള് അയാൾ പറയണമെന്നറിയോ? അയാൾക്ക് പറയാനെന്തറിയോ? അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ ശുദ്ധമായ വിശുദ്ധമായ സൽക്കർമ്മനിരതമായ ജീവിതമാണ്. അയാൾ പറയും, യാ റബ്ബി അഖിമിസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, പടച്ചവനെ ഒന്ന് പെട്ടെന്ന് ഖിയാമത്തുണ്ടായാൽ എനിക്കെൻ്റെ കുട്ടികളെ മക്കളെയൊക്കെ ഇതുപോലെ കാണാൻ പറ്റുമല്ലോ. മുഅ്മിനീങ്ങൾ, എനിക്കെൻ്റെ കുട്ടികളെയും മക്കളെയും ഇതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പെട്ടെന്ന് ഖിയാമത്തുണ്ടാക്കി തന്നെ എന്ന് അയാൾ പ്രാർത്ഥിക്കും. എന്താ ഇങ്ങനെ രണ്ട് അവസ്ഥക്ക് കാരണം എന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയും, യൗമ നദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു فأما من أوتي كتابه بيمينه فأولئك يقرؤون كتابهم
വലാ യുളലമൂന ഫതീലാ യൗമ നുദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. ഓരോരുത്തരും അവനവൻ്റെ നേതാവിനോടൊപ്പം വരേണ്ടി വരും. ആരാണ് നേതാവ്? ആരാണ് വഴികാട്ടി? ആരാണ് കൂട്ടുകാരൻ? ആരാണ് നമ്മുടെ ഗൈഡ്? ആരെപ്പോലെയാവാനാണ് ശ്രമം? ആരിൽ നിന്നാണ് അകന്നു മാറുന്നത് എന്ന്, ആരോടൊപ്പമാണ് നമ്മൾ എന്നത് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വലതു കൈയിൽ കിതാബ് നൽകപ്പെട്ടവൻ ഫൗലായിക യഖറഊന കിതാബഹും, അവരവരുടെ കിതാബ് സന്തോഷത്തോടു കൂടി വായിക്കും. വലാ യുളലമൂന ഫതീല, ഒരു തരത്തിലും അവർ അപമാനിക്കപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല, പീഡിപ്പിക്കപ്പെടുകയില്ല. എന്നാൽ വമൻ കാന ഫീ ഹാദിഹി അഅ്മ, ഈ ദുനിയാവിൽ അല്ലാഹുവേയും അവൻ്റെ നിയമങ്ങളെയും അവൻ്റെ കിതാബിനെയും അവൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ മഹത്തായ ജീവിതത്തെയും മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മറന്ന് ഇരുട്ടിലാക്കി കണ്ണടച്ചിരുട്ടാക്കി കഴിഞ്ഞു പോകുന്നവർക്ക് വമൻ കാന ഫീ ഹാദിഹി അഅ്മ ഫഹുവ ഫിൽ ആഖിറതി അഅ്മ, അവൻ പരലോകത്തും ഇതേ കാഴ്ചയില്ലാത്തവൻ്റെ രൂപം അനുഭവിക്കേണ്ടി വരും. വകദാലികൽ യൗമ തുൻസാ എന്നാണ് അവൻ്റെ ചോദ്യത്തിന് മറുപടി. പടച്ചവരെ, രണ്ട് കണ്ണമുണ്ടായിരുന്നു, കണ്ണടയും വെച്ചിരുന്നു, എനിക്ക് എല്ലാ കാഴ്ചയും ഉണ്ടായിരുന്നു ദുനിയാവിൽ, എന്നിട്ട് എന്തേ ഇവിടെ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ അള്ളാഹിൻ്റെ മറുപടി കദാലിക്, അത് ശരി തന്നെയാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ അതത്ക ആയാത്തുന, ആ കാഴ്ചയുള്ള സമയത്ത് നിനക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു, നിയമങ്ങൾ വന്നിരുന്നു. ഫനസീതഹ, നീ അത് മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു. വകദാലികൽ യൗമ തുൻസാ, അതുപോലെ ഇന്ന് നിനക്ക് കാഴ്ച നൽകാൻ ഞാനും മനഃപൂർവ്വം മറക്കുകയാണ്. നിലവിളിക്കും അവൻ, യാ വൈലത്തന, അവിടം കൊണ്ട് തീരുകയില്ല. മരിക്കുമ്പോഴുള്ള നിലവിളി കൊണ്ട് തീരുകയില്ല. കബറിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അവൻ നിലവിളിക്കും, യാ വൈലത്തന മൻ ബഅസന മിൻ മർഖദിന, ആരാണ് പടച്ചവനെ ഈ ഒത്യാപത്തിലേക്ക് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് അവൻ അവിടെ നിലവിളിക്കും. അവന് മറുപടി അവൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് കിട്ടും, ഹാദാ മാ വഅദർ റഹ്മാൻ വസ്വദഖൽ മുർസലൂൻ. ഇത് റബ്ബിൻ്റെ റസൂലുമാർ നമ്മളോട് നാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും പറഞ്ഞ അക്കാര്യമാണ്, ആ ദിവസമാണ് എന്ന്. ഇതിലേതിലായിരിക്കും നമ്മളും നമ്മുടെ മക്കളും ഉണ്ടാവുക? അങ്ങനെ ആട്ടിത്തെളിക്കപ്പെടും. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. ആട്ടിത്തെളിക്കപ്പെടും കൂട്ടം കൂട്ടമായി, ബാപ്പാനും ഉമ്മാനും മക്കളെയും പേരമക്കളെയും ഒന്നിച്ച് ആട്ടിത്തെളിക്കപ്പെടും, വലിച്ചെറിയപ്പെടും നരകത്തിലേക്ക്. എറിയുമ്പോൾ ചോദിക്കും അലം യഅതികും റുസുലും മിൻകും, അല്ല പ്രവാചകന്മാർ വന്നിരുന്നില്ലേ, പ്രബോധകന്മാർ വന്നിരുന്നില്ലേ, ദൈവീക സന്ദേശത്തിൻ്റെ വായനക്കാരും മുന്നറിയിപ്പുകാരും വന്നിരുന്നില്ലേ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, റബ്ബിൻ്റെ ആയത്തുകൾ അവർ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തന്നിരുന്നില്ലേ? വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഇങ്ങനെ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നില്ലേ? എന്നോടാണ്, നമ്മളോടാണ്, നമ്മുടെ മക്കളോടാണ്. എന്തുണ്ടാകും മറുപടി? ഖാലൂ ബലാ, പറയേണ്ടി വരും നമ്മൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പള്ളിക്ക് പോയിരുന്നു, എല്ലാ ഖുർആൻ ക്ലാസ്സിനും പോയിരുന്നു. പോയോരും പറയേണ്ടി വരും, പോകാത്തവരും പറയേണ്ടി വരും. വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, കേട്ടതൊക്കെയും തള്ളിക്കളഞ്ഞവർക്ക്. കാഫിർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സത്യം ബോധ്യപ്പെടുക എന്നിട്ട് തള്ളിക്കളയുക. അതൊരു വർഗത്തിൻ്റെ പേരല്ല, അതൊരു സ്വഭാവത്തിൻ്റെ പേരാ, ഒരു നിലപാടിൻ്റെ പേരാണ്. വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ ഖീല ദുഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ, പ്രവേശിച്ചു കൊള്ളുക. നശ്വരമായ ജീവിതം വേണ്ടം വണ്ണം ഉപയോഗിക്കാത്തതിൻ്റെ ഫലമായ അനശ്വരമായ ശിക്ഷയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അവിടെ വെച്ച് വീണ്ടും നിലവിളിക്കും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, വേണ്ടിയിരുന്നില്ല,
ദുനിയാവ് അങ്ങനെ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല, ഒന്ന് നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു അല്ലേ, അങ്ങനെ മതിയായിരുന്നു എന്ന് അപ്പം അവർ പറയും നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ, പടച്ചവനെ ഒന്നുകൂടി മടക്കി തന്നാൽ ഞങ്ങൾ നന്നായിക്കോളാൻ, അതിനും മാർക്കുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട മക്കളോട്, യുവത്വത്തോടും അവരുടെ മാതാപിതാക്കളോടും മക്കളെ വളർത്തുന്നവരോടെല്ലാം പറയാനുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ വയൗമ യുറളുല്ലദീന കഫറു അലന്നാർ അദ്ഹബതും ത്വയ്യിബാതികും ഫി ഹയാതികുമുദ് ദുനിയ വസ്തംതഅതും ബിഹാ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വബിമാ കുൻതും തഫ്സുഖൂൻ വയൗമ യുറളുല്ലദീന കഫറു, ഈ വിഭാഗം ആളുകളെ നരകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിക്കും അദ്ഹബതും ത്വയ്യിബാതികും ഫി ഹയാതികുമുദ് ദുനിയ, ദുനിയാവിൽ ആയുസ്സുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു, നന്നാവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. കിട്ടിയ നിഅമത്തുകളൊക്കെയും നിങ്ങൾ അദ്ഹബതും ത്വയ്യിബാതികും, നിങ്ങളുടെ വിശുദ്ധമായ എല്ലാ സംഗതികളും നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഫി ഹയാതികുമുദ് ദുനിയ, ദുനിയാവിൽ ജീവിതത്തിൽ വസ്തംതഅതും ബിഹാ, കിട്ടിയത് കൊണ്ട് നിങ്ങൾ അർമാദിച്ചു, അനുഭവിച്ചു, ആസ്വദിച്ചു. നിങ്ങൾ എന്നെക്കുറിച്ച് ശരിയല്ലേ? എന്നെക്കുറിച്ച് ശരിയാണ്, നിങ്ങളെക്കുറിച്ച് അത് ശരിയാവാതിരിക്കട്ടെ, നമ്മുടെ മക്കളെക്കുറിച്ചും അത് ശരിയാവാതിരിക്കട്ടെ. നമുക്കൊരു മടക്കത്തിനുള്ള അവസരം റഹ്മാനായ റബ്ബ് വകവെച്ച് തന്നത് പരമാവധി ഉപയോഗിക്കാൻ ഈ ആയത്ത് കാരണമാവണം. ഫൽയൗമ, കാരണം ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ന്യായമില്ലാതെ അന്യായമായി ഭൂമിയിൽ അഹങ്കരിച്ചതിൻ്റെ ഫലമാണ് മക്കളെ ഇത്. വബിമാ കുൻതും തഫ്സുഖൂൻ, വൃത്തികെട്ട ജീവിതം നയിച്ചതിൻ്റെ ഫലവുമാണിത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നാട് മുഴുവനും അവർക്കറിയാം. തൊട്ടപ്പുറത്ത് റൂമിൽ നടക്കുന്നത് അവർക്കറിയില്ല, അവിടുത്തെ നിസ്കാരം അവർക്കറിയില്ല, അവിടെ ഒരു ഖുർആനുള്ളത് അവർക്കറിയില്ല, അതവർ നോക്കിയിട്ടില്ല, അതിനവർക്ക് സമയമില്ല. അതിൻ്റെ ഇടയിലാണ് വെള്ളം പറിപ്പിച്ചിട്ട് കിടക്കേണ്ടി വരിക. എനിക്ക് ഞാനല്ലാത്ത മറ്റെല്ലാം പോയി, എൻ്റെ ശരീരം നുരുമ്പി, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ തകർന്നു, എൻ്റെ വസ്ത്രം പോയി, ഞാനല്ലാത്തതൊക്കെ പോയി. അപ്പോൾ ഈ ഞാൻ ആരാണ്? ഈ ഞാൻ എന്നതാരാണ്? ആ എന്നെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ തസക്ക, ആ എന്നെ നന്നാക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു എന്ന്. അതതിൻ്റെ മനസ്സാണ്, അതെൻ്റെ ആത്മാവാണ്. അതിന് മരണമില്ല മോമിനീങ്ങളെ, അത് പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ രക്ഷയും ശിക്ഷയും അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. ശരീരത്തിൻ്റെ രക്ഷയും ശിക്ഷയും കബറോടുകൂടി അവസാനിക്കും, അത് ചീഞ്ഞു പോകുന്നതോടുകൂടി. പിന്നെ അത് പരലോകത്താണ് തിരിച്ചു കിട്ടുക. പക്ഷേ ഖബറിൽ നമ്മുടെ ആത്മാവുണ്ടാകും, അതിന് മരണമില്ല. അതിൻ്റെ ശിക്ഷ അനശ്വരമായതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത മുസ്തഖറൻ വ മുഖാമ. പടച്ചവനെ, ഒരു മുടക്കവുമില്ലാത്ത, ഒരു തടസ്സവുമില്ലാത്ത ആ നരകമുണ്ടല്ലോ, അതിലെ ശിക്ഷയുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണമേ എന്ന ഇബാദുർ റഹ്മാൻ്റെ പ്രാർത്ഥന അവിടെയാണ് ഫലപ്രദമാകുന്നത്. അള്ളാഹു അങ്ങനെ തിരിച്ചറിവ് നേടുവാൻ കിട്ടിയ അവസരം പരമാവധി നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, ഉള്ളൊരുകിയ തൗബയിലൂടെ മരണത്തെ അഭിമുഖീകരിക്കുന്നവർ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ വഹബീബിനാ വസഫിയ്യിനാ വശഫീഇനാ മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വഅസ്ഹാബിഹിൽ ഫായിസീനൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വഹസ്സന ഉലൈക റഫീഖ മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വഖൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായി ജീവിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടാനുയായികളായി മാറാൻ, മുത്തഖികളായി ജീവിക്കാൻ
ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കണം, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാവരെയും, എന്നെയും നിങ്ങളെയും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, നിനക്ക് 5 അവസ്ഥകളുണ്ടാവാനുണ്ട്, 5 ദുരവസ്ഥകളുണ്ടാവാനുണ്ട്. ആ 5 ദുരവസ്ഥകൾക്ക് മുമ്പുള്ള നിൻ്റെ ജീവിതത്തെ നീ പരമാവധി മുതലെടുക്കണം എന്ന്. ഇഗ്തനിം ഖംസൻ ഖബല ഖംസന. ഇഗ്തനിം എന്ന് പറഞ്ഞാൽ ഗനീമത്ത് എന്നതിനർത്ഥം ഒരു പോരാട്ടത്തിലൂടെ ലഭിക്കുന്ന, ഒരു പോരാട്ടത്തിൽ വിജയം ലഭിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയായി ലഭിക്കുന്ന ബാക്കി പത്രത്തിനാണ് ഗനീമത്ത് എന്ന് പറയുക. ഇഗ്തനിം ഖംസ. നീ നിനക്ക് വരാനിരിക്കുന്ന 5 ദുരവസ്ഥകൾക്ക് മുമ്പ് നിനക്ക് ലഭ്യമായ 5 നല്ല സന്തോഷാവസരങ്ങളെ പരമാവധി മുതലെടുക്കണം. അതിലൊന്നെന്താണെന്നറിയങ്ങൾ, സിഹ്ഹതക ഖബല സഖമിക. ഏത് സെക്കൻഡിലും നീ ഒരു രോഗിയായി മാറാം. നിനക്ക് ഇരുന്നും നിന്നും കിടന്നും നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ നിനക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണ്. നീ നിസ്കരിക്കുന്നതന്നെയല്ല, പിന്നെയല്ല നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ എന്നുള്ള ആലോചന വേണ്ടതുള്ളൂ എന്നപ്പോൾ നമുക്ക് പറയാണ്ടാവുക അല്ലേ. സിഹ്ഹതക ഖബല സഖമിക. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നീ നിൻ്റെ ആരോഗ്യാവസ്ഥ പരമാവധി നിൻ്റെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തത് എന്താ, ഫറാഗക ഖബല ശുഗ്ലിക. നിന്ന് തിരിയാൻ സമയമില്ലാത്ത ജീവിത പ്രാരാബ്ദങ്ങൾ നിനക്ക് വരാനിരിക്കുന്നു. അതിനു മുമ്പ് നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ, മുമ്പ് നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഞാൻ തമാശയായിട്ട് പറയാനുള്ളൊരു സംഗതി എന്താ അറിയോ, സുബഹിന് ശേഷം ദിക്റുകൾ ചൊല്ലാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹിന് ശേഷം. പക്ഷെ നമ്മളപ്പോൾ ചെയ്യുന്നത് അറിയോ, പള്ളിയിലൊരു 4 മണി 4:30 ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് വരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നമ്മൾ ഇരിക്കും. സുബഹി നമസ്കരിക്കും, പിന്നെ സുന്നത്ത് നിസ്കരിക്കും, തഹയ്യത്ത് നിസ്കരിക്കും, പിന്നെ ദിക്ർ ദുആകളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് ഒരു 5-6 ഒന്നായിട്ട് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. അതൊരു ചായക്കടയിൽ എത്തുമ്പോഴത്തേന് ഇവിടെ ഉണ്ടാക്കി വെച്ച മുതൽ മുഴുവൻ പോയിട്ടുണ്ടാവും അല്ലേ. രാഷ്ട്രീയമായിട്ടും മറ്റേതായിട്ടും മറിച്ചായിട്ടും നാട്ടിലെ കുറ്റം കുറവുകളായിട്ടും എല്ലാം തീർത്ത് വെച്ച് സമാധാനമായിട്ട് നമ്മൾ പോയിട്ട് കട്ടൻ ചായ കുടിക്കും. ഫറാഗക ഖബല ശുഗ്ലിക. നിനക്ക് നിൽക്കപ്പുറതിയില്ലാത്ത തിരക്ക് വരുന്നതിന് മുമ്പ് കിട്ടുന്ന ഒഴിവ് വേളകൾ അല്ലാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. മറ്റൊന്നെന്താ, ശബാബക ഖബല ഹറമിക്. ഏത് സമയവും നീ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്താം, ഒരു രോഗിയായി അധപ്പതിക്കാം. അതിനു മുമ്പ് മക്കളെ, നിങ്ങൾക്ക് കിട്ടുന്ന യൗവനമുണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്തിനുപയോഗപ്പെടുത്തണം? റബ്ബിന് വേണ്ടി നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഗിനാക ഖബല ഫഖരിക. നിനക്ക് ദാരിദ്ര്യം പ്രാരാബ്ധങ്ങൾ വരാനിരിക്കുന്നു. മക്കളായി, കുട്ടികളായി, പേരക്കുട്ടികളായി, കല്യാണം കഴിക്കലായി, വീട് കയറ്റലായി, സ്കൂൾ വിടലായി, അത് യൂണിഫോം വാങ്ങലായി, അവിടെ ഫീസ് ഇവിടെ ഫീസ്, ആശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്ക് വരാനിരിക്കുന്നു. പൈസ ഉണ്ടാക്കിയാൽ തികയാത്ത കാലം വരാനിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഇത്ര പ്രാരാബ്ദമൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടല്ലോ നമ്മളെ പലർക്കും അല്ലേ. ആ പൈസ അത് നീ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അവസാന റസൂല് പറഞ്ഞ്, ഹയാത്തക്ക ഖബല മൗത്തിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സെക്കൻഡിലും, ഏത് വളവിലും, എവിടെ വെച്ചും, ഏത് രൂപത്തിലും നീ മരിക്കാം. അതിനു മുമ്പ് കിട്ടുന്ന ജീവിതം, ഒരു നിമിഷമാവട്ടെ, ഒരു ദിവസമാവട്ടെ, ഒരാഴ്ചയാവട്ടെ, ഒരു മാസമാവട്ടെ, അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രാർത്ഥന പലതവണ നമ്മൾ പറഞ്ഞാൽ, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി ഇൻദ ലിഖാഇക്. റബ്ബേ, നിന്നെ കാണേണ്ടി വരുന്ന ദിവസം, എൻ്റെ ജീവിതത്തിലെ അവസാന ദിവസം, അതാവണേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അതാണ് ഈ പറഞ്ഞത്, ഹയാത്തക്ക ഖബല മൗത്തിക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ്, വിശിഷ്യ എൻ്റെ പ്രിയപ്പെട്ട യൗവനത്തോടാണ്, അവരുടെ മാതാപിതാക്കളോടാണ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തുകളും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളും ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ദുഃഖവും ദുരിതവും അധപ്പതനവുമാണ്. അധർമ്മങ്ങളായി, അപരസഞ്ചാരങ്ങളായി, അവിഹിതങ്ങളായി, മയക്കുമരുന്നായി, ലഹരിയായി നമ്മുടെ വീട്ടകങ്ങളിലേക്ക് അവിടെ നിന്നും വിട്ട് നമ്മുടെ കഴുത്തിൽ കോടാലിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. തിരിച്ച് നടക്കാനത് പ്രചോദനമാവേണ്ടതുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും വിട്ടുനിന്ന് റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വീഴ്ചകൾക്കും പ്രായശ്ചിത്തം ചെയ്യുവാനും റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കുവാൻ കഴിയുന്ന അത്രയും കാലം ആയുസ് ലഭിക്കുന്നവൻ ഉൾപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ കഷ്ടപ്പാട്, 23 വയസ്സ് പ്രായത്തിൽ ഒരു വീഴ്ചയുടെ ഫലമായി എഴുന്നേൽക്കാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ ദുരിതത്തിലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്, ഏത് വളവിലും ഏത് സെക്കൻഡിലും നമ്മുടെ അവസ്ഥ മാറിപ്പോകും. അവർക്കും അവരെ പോലെ മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന മറ്റെല്ലാ സുഹൃത്തുക്കളും സഹോദരങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ. ഒരു തരത്തിലുള്ള ആപത്തും അസുഖങ്ങളും ഇല്ലാതെ ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ, ഈമാനോടെ, തഖ്വയോടെ, തൗഹീദോടെ, ഇഖ്ലാസോടെ, തൗബയോടുകൂടി ജീവിക്കാനും മരിക്കാനും റബ്ബ് നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ വീഴ്ചകളെല്ലാം മാപ്പാക്കി കൊടുക്കട്ടെ. നമുക്കും അവർക്കും വന്ന് ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾക്കെല്ലാം ഉത്തമമായ പ്രതിഫലം നൽകി റബ്ബ് നമ്മളെ സ്വർഗാവകാശികളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ വഅജ്രി വാലിദീനാ വഅഹ്ലിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇസ്മി അംറാദനാ വഅംറാദ മൻ അർളാനാ വഅംറാദ മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാദി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد.